പവിത്രത്തിൽ ഇനി വരാൻ പോകുന്ന ഒരടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയം വിക്രം അങ്ങോട്ട് വരുന്നുണ്ട്. വേദയെ കണ്ടതും വിക്രം ചോദിക്കുന്നുണ്ട്, അമ്മയും ഏട്ടത്തി എവിടെ പോയി? അപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ലേ, അമ്മ വല്യമ്മയുടെ വീട്ടിലേക്ക് പോയതാണ്. എനിക്കൊരു ചായ വേണം ഏട്ടത്തി എന്ന് വിക്രം ഉറക്കെ വിളിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ എന്തിനാണ് ഏട്ടത്തിയെ വിളിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് ചായ ഉണ്ടാക്കി തരില്ലേ? ഞാൻ നിങ്ങൾക്കാണ് ചായ ഉണ്ടാക്കുന്നത്. അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. അത് കേട്ട് വിക്രം പറയുകയാണ്, ഈ അമ്മയുടെ ഒരു കാര്യം അമ്മയ്ക്ക് പറഞ്ഞിട്ട് പോയിക്കൂടെ? അത് കേട്ട് വേദ പറയുന്നുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ട് പോകാൻ നിങ്ങളെ അമ്മ കണ്ടിട്ട് വേണ്ടേ? പാതിരാത്രിക്കാണ് നിങ്ങൾ വന്നു കയറുന്നത്. അപ്പോഴേക്കും അമ്മ കിടക്കും. പിന്നെ എങ്ങനെയാണ് നിങ്ങളോട് അക്കാര്യം പറയുന്നത്? ആ സമയം ശ്രീജ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അമ്മയും അച്ഛനും അമ്മമ്മയെ കാണാൻ വേണ്ടി മാത്രമല്ല പോകുന്നത്, അമ്മമ്മയ്ക്ക് സുഖമില്ല. അതുകൊണ്ട് തന്നെ അമ്മയും അച്ഛനും വരുമ്പോൾ അമ്മാമ്മയെ കൂട്ടിക്കൊണ്ടുവരും. പക്ഷേ വേദ ഇവിടെ കണ്ടാൽ എന്താണ് അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. അമ്മാമ്മയുടെ സ്വഭാവം അറിയാമല്ലോ എന്നൊക്കെ ശ്രീജ പറയുമ്പോൾ അത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അതീ എടുത്തി ഇവിടെ എൻ്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ലല്ലോ. മനുഷ്യനെ ജീവിക്കാനും സമ്മതിക്കില്ല. ശരിക്കും നീ ഒരു വേതാളം തന്നെയാണ് എന്നൊക്കെ വിക്രം പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, ഞാൻ വേതാളമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, എങ്കിൽ പോവാൻ നോക്ക്. അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാനിപ്പോൾ അമ്മയെ വിളിച്ചിരുന്നു. അമ്മാമ്മ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. റൂമെല്ലാം ക്ലീൻ ചെയ്യാൻ എന്നോട് പറഞ്ഞു. ഇത് കേട്ട് വിക്രം വേദിയെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നോട് കാര്യം പറയാം. കുറച്ച് ദിവസം നീ നിൻ്റെ വീട്ടിൽ പോയി നിൽക്ക്. അമ്മമ്മ പോയിട്ട് നീ ഇങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെ വിക്രം പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, നിങ്ങൾ പറയുമ്പോൾ വരാനും പോകാനും ഞാൻ നിങ്ങളുടെ വേലക്കാരിയൊന്നുമല്ല. ഇനി അമ്മാമ്മയല്ല ആര് വന്നാലും ഞാൻ പേടിച്ച് പോകില്ല എന്നൊക്കെ വേദ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയും പേടിയാണ് അമ്മാമ്മയെ? എന്നാൽ ഇങ്ങോട്ടൊന്ന് വരട്ടെ, കാണാമല്ലോ എന്നൊക്കെ വേദ പറയുമ്പോൾ നന്ദിനി പറയുന്നുണ്ട്, വിക്രം നീ ഇവള് പറയുന്നതൊന്നും കാര്യമാക്കേണ്ട. ഇവളെ വലിച്ചിഴച്ച് ഇവളുടെ വീട്ടിൽ കൊണ്ടാക്ക്. അല്ലെങ്കിൽ അറിയാമല്ലോ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന്. എനിക്ക് ഇങ്ങനെ തന്നെ വേണം. അവൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ നിനക്ക് അവളെ ഒഴിവാക്കാമായിരുന്നു. ആ താല് പൊട്ടിച്ച് അവളുടെ കയ്യിൽ കൊടുത്ത് അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാമായിരുന്നു. പിന്നെ എന്ത് അധികാരത്തിൽ അവൾ ഇവിടെ നിൽക്കും എന്നൊക്കെ നന്ദിനി പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്കാമോ നന്ദിനി എടുത്തി, എനിക്ക് ആകപ്പാട് ദേഷ്യം വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ശ്രീജയും നന്ദിനിയും കൂടി റൂമിനെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ആ സമയം നന്ദിനി പറയുന്നുണ്ട്, ദേ ഇവളുടെ ബാഗും കിടക്കൊക്കെ എവിടെയുണ്ട്? വിക്രം, ഞാൻ ഇത് എന്ത് ചെയ്യാനാ, എടുത്ത് മുറ്റത്തെറിയട്ടെ? അത് കേട്ട് ശ്രീജ അങ്ങോട്ട് വരുന്നുണ്ട്. നന്ദിനി അതവിടെ വെക്കി, അതൊക്കെ വേദ എടുത്ത് മാറ്റിക്കോളും. ഉടനെ ശ്രീജ വേദയെ വിളിക്കുന്നുണ്ട്. അപ്പോഴേക്ക് വേദ അങ്ങോട്ട് വരുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് വിക്രം കസേരയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് വേദ പറയുന്നുണ്ട്, നിന്റെ ബാഗും കിടക്കിയൊന്നും ഇവിടെ വെക്കാൻ പറ്റില്ല, ഇവിടെ നിന്ന് എടുത്തു മാറ്റണം. അത് കേട്ട് വേദ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ എവിടെ വെക്കാനാ? വേദ പറയുന്നത് കേട്ട് വിക്രം ചിരിക്കുന്നുണ്ട്. ആ സമയം ശ്രീജ പറയുന്നുണ്ട്, വേദ നീ ബാഗും കിടക്കിയെടുത്ത് വിക്രമിൻ്റെ റൂമിലേക്ക് പോ. അപ്പോഴേക്കും വിക്രമിന് ദേഷ്യം വരുന്നുണ്ട്. ശ്രീജയെടുത്ത് ഇതെന്താണ് പറയുന്നത്? ഇവളുടെ ബാഗും കിടക്കിയൊന്നും എൻ്റെ റൂമിൽ വെക്കാൻ പറ്റില്ല. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, പിന്നെ ബാഗും കിടക്കൊക്കെ ഞാൻ എവിടെ വെക്കാനാ? ഇവിടെ സ്ഥലമില്ല. അത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ റൂമിൽ വെക്കാമെന്നോ? അതൊരിക്കലും നടക്കില്ല. പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കി. ഈ പെട്ടിയിൽ നിധിയൊന്നുമില്ലല്ലോ. അത് കേട്ട് വേദ പറയുന്നുണ്ട്, ഈ മുറി നിങ്ങളുടെ സ്വന്തമൊന്നുമല്ലല്ലോ. ഈ മുറി ഈ വീട്ടിൽ എല്ലാവർക്കും അവകാശമുണ്ട്. അതുപോലെ തന്നെ എനിക്കുമുണ്ട്. ഞാൻ ഈ വീട്ടിലുള്ളത് തന്നെയാണ്. നിന്റെ ബാഗും കിടക്കി ഈ റൂമിൽ വെക്കാൻ പറ്റില്ല എന്ന് വിക്രം പറയുന്നുണ്ട്. അപ്പോഴേക്കും വേദ വിക്രമിനെ തള്ളി മാറ്റുന്നുണ്ട്. എന്നിട്ട് വേദ അകത്തേക്ക് കയറുകയാണ്. അങ്ങനെ ബാഗും കിടക്കുകയും എല്ലാം അവിടെ വെക്കുന്നുണ്ട്. അത് കണ്ട് വിക്രം ആ ബാഗ് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആ സമയം വേദ പറയുകയാണ്, അതിൽ തൊട്ടുപോയാൽ എൻ്റെ സ്വഭാവം മാറും. നിങ്ങളല്ലേ ഈ താലി എൻ്റെ കഴുത്തിൽ കെട്ടിയത്. ഈ ഒരു അവകാശത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇങ്ങനൊരവസ്ഥയിൽ നിങ്ങൾ എൻ്റെ കൈ ഒഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? പിന്നെ ഈ ബാഗും കിടക്കുകയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകാനാ? കുറച്ചെങ്കിലും ഒരു മനസ്സാക്ഷി കാണിച്ചൂടെ? അത് കേട്ട് വിക്രം പറയുന്നുണ്ട്, നീ കൂടുതൽ അടവെടുക്കേണ്ട. സിമ്പതിയുമായി എൻ്റെ അടുത്തേക്ക് വരികയും വേണ്ട. അതിലൊന്ന് വീഴുന്ന ആളല്ല ഞാൻ. നീ വേഗം റൂമിൽ നിന്ന് ഇറങ്ങാൻ നോക്ക്. അത് കേട്ട് വേദ പറയുന്നുണ്ട്, എന്നെ കൊന്നാലും ഞാൻ ഈ റൂമിൽ നിന്ന് പോകില്ല. ബാഗ് എടുത്ത് മാറ്റുകയുമില്ല. നിങ്ങൾ ഈ ബാഗ് എടുത്ത് മാറ്റിയാൽ എല്ലാ കഥയും അമ്മാമ്മ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്നും നിങ്ങൾ സമ്മതമില്ലാതെ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയതാണെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും അമ്മാമ്മയോട് ഞാൻ പറഞ്ഞു കൊടുക്കും. അത് വേണോ? വേദിയുടെ വാക്കുകൾ കേട്ട് വിക്രമിന് ദേഷ്യം വരികയാണ്. എന്നിട്ട് കട്ടിലിൽ ഇരുന്ന് പറയുന്നുണ്ട്, നീ എൻ്റെ ജീവിതം തുലക്കാനായിട്ട് വന്ന ജന്മമാണ്. നീ എന്നെ കൊണ്ടേ പോകൂ.
ആ സമയം വേദ പറയുന്നുണ്ട്, ഇതിപ്പോഴല്ല ഓർക്കേണ്ടത്, എന്നെ താലി കെട്ടിയ സമയത്താണ്. അന്ന് എന്തൊരു ഡയലോഗായിരുന്നു. വലിയൊരു ഹീറോയെ പോലെ എന്നെ താലി കെട്ടി. പക്ഷെ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദ വിക്രമിനെ കളിയാക്കുന്നുണ്ട്. അങ്ങനെ വേദ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ വിക്രം ദേഷ്യത്തോടു കൂടി ജനലിലൂടെ നോക്കുകയാണ്. ആ സമയം വേദ തുണി അലക്കുകയാണ്. ആ സമയം വേദ വിക്രമിനെ കാണുന്നുണ്ട്. അത് കണ്ട് വിക്രം ജനൽ ഉറക്കി അടയ്ക്കുകയാണ്. അപ്പോഴേക്ക് ശ്രീജ വിക്രമിന്റെ റൂമിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, വിക്രം ഈ റൂം ഒന്ന് വൃത്തിയാക്കട്ടെ, ആകെ പൊടി പിടിച്ചിരിക്കുന്നു, കുറച്ചൊക്കെ വൃത്തി വേണ്ടേ. ഈ റൂം ആകെ അലങ്കോലമായി കിടക്കുകയാണ്. ഇത് കേട്ട വിക്രം പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ സ്റ്റെപ്പിൻ്റെ അടുത്ത് പോയി ഇരിക്കുകയാണ്. ആ സമയം വേദ വിക്രമിനെ നോക്കി നോക്കി തുണി അലക്കുകയാണ്. ആ സമയം വേദയുടെ കാലിൽ കല്ല് തട്ടുകയാണ്. അങ്ങനെ വേദ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. വേദിയുടെ കാലിൽ നിന്ന് ചോര വരുന്നുണ്ട്. ഇത് കണ്ട് വിക്രം വേദിയെ നോക്കി പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എനിക്ക് അങ്ങനെ തന്നെ വേണം. ഇത് കേട്ട വേദ വിക്രമിനെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. എന്നിട്ട് വിക്രമിന്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. വേദിയുടെ കാലിൽ ചോര നിൽക്കാതെ പോകുന്നുണ്ട്. അങ്ങനെ വേദ വേദന സഹിക്കാനാകാതെ കരയുന്നുണ്ട്. ഇത് കണ്ട വിക്രം ചിരി നിർത്തുന്നുണ്ട്. അങ്ങനെ വേദിയെ സങ്കടത്തോടു കൂടി നോക്കുകയാണ് വിക്രം. അങ്ങനെ വിക്രം വേദിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് നല്ല വേദനയുണ്ടോ? കാല് മുറിഞ്ഞ് ചോര നിൽക്കാതെ ഒഴുകുന്നത് കണ്ടില്ലേ, പിന്നെ വേദനിക്കാതിരിക്കുമോ? വേദനയല്ല, സുഖമാണ്. നിങ്ങൾക്ക് വേണോ? എനിക്ക് കിട്ടിയത് കുറച്ച് കുറഞ്ഞു പോയി, എന്നിട്ട് നാക്കിന് മാത്രം ഒരു കുറവുമില്ല. അപ്പോഴേക്ക് ശ്രീജ അങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ, ഒത്തിരി മുറിഞ്ഞിട്ടുണ്ടല്ലോ, നന്നായിട്ട് ചോരയും വരുന്നുണ്ടല്ലോ, സൂക്ഷിച്ച് നനച്ചുണ്ടായിരുന്നോ? അത് കേട്ട് വേദ പറയുന്നുണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഏട്ടത്തി, ഇനി മോൾ അങ്ങോട്ട് വരണ്ട, അലക്കാനുള്ളതെല്ലാം ഞാൻ ചെയ്യാം. അത് കേട്ട് വേദ തലയാട്ടുകയാണ്. എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട്, നിങ്ങൾ കാരണമാണ് എൻ്റെ കാല് മുറിഞ്ഞത്. നിങ്ങളെ നോക്കി നോക്കി തുണി നനച്ചപ്പോഴാണ് എനിക്കിത് പറ്റിയത്. അത് കേട്ട് വിക്രം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിന്നോട് ആര് പറഞ്ഞു എന്നെ നോക്കാൻ? ആ സമയം വേദ പറയുന്നുണ്ട്, എൻ്റെ ബാഗിൻ്റെ സൈഡിൽ ഒരു ഓയിൽമെൻറ്റ് ഇരിക്കുന്നുണ്ട്, അതൊന്ന് എടുത്തു കൊണ്ടുവരുമോ? എനിക്ക് വേദനിക്കുന്നുണ്ട്, നടന്നാൽ ബ്ലഡ് ഒത്തിരി പോകും, പ്ലീസ് ഒന്ന് എടുത്തു കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് വേദ. ഇത് കേട്ട് വിക്രമിന് തിരിച്ചൊന്നും പറയാൻ തോന്നുന്നില്ല. അങ്ങനെ മുറിയിലേക്ക് വിക്രം പോയി ബാഗെല്ലാം എടുത്ത് നോക്കുന്നുണ്ട്. അങ്ങനെ ഓയിൽമെന്റ് കാണാത്തത് കൊണ്ട് ഡ്രസ്സെല്ലാം എടുത്ത് മാറ്റുകയാണ്. അങ്ങനെ കുറെ നോക്കുന്ന സമയത്ത് ഒരു ന്യൂസ് പേപ്പർ കാണുന്നുണ്ട്. അതിൽ കുഞ്ഞിലെയുള്ള വേദിയുടെ ഫോട്ടോയുണ്ട്. വേദിക്ക് കലാതിലകം കിട്ടിയ ഫോട്ടോ. അങ്ങനെ വിക്രം ആ ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ വർഷവും കലാതിലകമാകുന്നത് വേദിയായിരുന്നു. അങ്ങനെ വിക്രം എല്ലാം വായിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഈ കുട്ടിയായിരുന്നു വേദ. കുഞ്ഞിനെ തൊട്ട് താൻ ഇഷ്ടപ്പെട്ട് ആരാധിച്ച, എല്ലാ വർഷവും കലാതിലകം കിട്ടുന്ന കുട്ടി ഇതായിരുന്നോ? ഇവളായിരുന്നോ അത്? വിക്രം പഴയ ഓർമ്മകളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോഴാണ് വിക്രം അറിയുന്നത്, താൻ പണ്ട് സ്നേഹിച്ചിരുന്ന, ഒരുപാട് കാണാൻ ആഗ്രഹിച്ചിരുന്ന കുട്ടി ഈ വേദിയായിരുന്നെന്ന്. ഇതറിഞ്ഞപ്പോൾ വിക്രം ഒരു നിമിഷം ഷോക്കേറ്റതുപോലെ നിൽക്കുകയാണ്. അങ്ങനെ വിക്രം ജനൽ തുറന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ വീടിന് മുന്നിലിരിക്കുന്ന വേദിയെ അത്ഭുതത്തോടു കൂടി നോക്കുകയാണ് വിക്രം. അങ്ങനെ സ്നേഹത്തോടു കൂടി വിക്രം വേദിയെ നോക്കുന്നുണ്ട്. നീയായിരുന്നോ എൻ്റെ ഭാര്യയായി എൻ്റെ വീട്ടിലുള്ളത്? ഞാനൊന്നും അറിഞ്ഞില്ല. ഒരു കാലത്ത് നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആളാണ് ഞാൻ. എനിക്ക് നിന്നോട് വല്ലാത്തൊരു ആരാധന തോന്നിയിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും വേദ വിക്രമിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ വിക്രം വേദിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വിക്രം വേദിയെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ്. ഇത് കേട്ട് വേദ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ ഇങ്ങനെ നോക്കുന്നത്? ആദ്യമായിട്ട് കാണുന്നത് പോലെ. നിങ്ങളെന്താ ദീവാസ്വപ്നം കാണുകയാണോ? വിക്രം എന്ന് വേദ ഉറക്കി വിളിക്കുന്നുണ്ട്. ആ സമയം വിക്രം ആകെ ഞെട്ടിയതുപോലെ വേദിയെ നോക്കുകയാണ്. അങ്ങനെ വിക്രം പെട്ടെന്ന് വേദിയോട് ചോദിക്കുന്നുണ്ട്, എന്താ എന്താ നീ വിളിച്ചത്? അപ്പോഴേക്ക് വേദ ചോദിക്കുന്നുണ്ട്, അല്ല ഓയിൽമെൻ്റ് എവിടെ? അതെടുക്കാനല്ലേ നിങ്ങൾ പോയത്? എന്താ വിക്രം പറ്റിയത്? അത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അത് ഞാൻ നോക്കി, പക്ഷെ അവിടെ കാണുന്നില്ല. ഇത് ചെറിയ മുറിവല്ലേ, അതങ്ങ് മാറിക്കോളും, ഓയിൽമെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ സമയം ശ്രീജ പറയുന്നുണ്ട്, മുറിവുണങ്ങുന്ന നല്ലൊരു ഓയിൻമെൻറ്റ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അതെടുത്തിട്ട് വരാം. അത് കേട്ട് വേദ പറയുന്നുണ്ട്, ശരി ഏട്ടത്തി. ആ സമയം വിക്രം വേദയെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട്. ഇത് കണ്ട വേദ ചിന്തിക്കുന്നുണ്ട്, ഇയാൾക്കിത് എന്താണ് പറ്റിയത്? എന്നെ എന്താണ് ഇങ്ങനെ നോക്കുന്നത്? എന്നിട്ട് വിക്രമിനോട് ചോദിക്കുകയാണ്, അല്ല ശരിക്കും ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? അത് കേട്ട് വിക്രം പറയുന്നുണ്ട്, പറ്റിയത് നിനക്കല്ല എനിക്കാ. എന്നിട്ട് വേദിയെ നോക്കി ചിരിച്ചുകൊണ്ട് വിക്രം അകത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് വേദിയുടെ ഫോട്ടോ നോക്കി കുറച്ച് നേരം നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആ ഫോട്ടോ മടക്കി വേദിയുടെ ബാഗിൽ തന്നെ വെക്കുന്നുണ്ട് വിക്രം. അങ്ങനെ വിക്രമിന് വേദിയോടുള്ള വെറുപ്പല്ല സ്നേഹമായി മാറുകയാണ്. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, എല്ലാ വർഷവും നിന്റെ ഡാൻസ് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഒളിഞ്ഞിരുന്ന് കാണുമായിരുന്നു. നിന്റെ ഡാൻസിനെ ഞാൻ ഒരുപാട് ആരാധിക്കുന്നുണ്ട്.
അങ്ങനെ വിക്രം വേദയെ തന്നെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് വേദ അങ്ങോട്ട് വരികയാണ്. അങ്ങനെ വേദ വിക്രമിനോട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ബാഗ് എടുത്ത് കളഞ്ഞിട്ടൊന്നുമില്ലല്ലോ, ഓയിൽമെന്റ് എവിടെയെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേദ നോക്കുകയാണ്. അപ്പോഴേക്കും വേദിയുടെ കയ്യിൽ ആ ഫോട്ടോ കിട്ടുന്നുണ്ട്. എന്നിട്ട് വേദ വിക്രമിനോട് പറയുന്നുണ്ട്, ഇതാരാണെന്ന് മനസ്സിലായോ? ഇതെൻ്റെ കുഞ്ഞിലെയുള്ള ഫോട്ടോയാണ്. സ്കൂളിൽ ഞാൻ കലാതിലകമായിരുന്നു, പക്ഷേ കോളേജിലെത്തിയപ്പോൾ ഞാൻ അതങ്ങ് വിട്ടു. ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഞാൻ കുഞ്ഞിലെ ഒരുപാട് ഡാൻസ് കളിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ആ സമയം വിക്രം മനസ്സിൽ പറയുന്നുണ്ട്, അവിടെ നിന്നെ കാണാൻ ഞാനും വന്നിട്ടുണ്ട്. ആ സമയം നന്ദിനി ശ്രീജയെ അങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയം നന്ദിനി പറയുന്നുണ്ട്, ഇവളുടെ ബാഗും കിടക്കുകയുമെല്ലാം വിക്രമിൻ്റെ റൂമിലാണോ? ഞാനങ്ങ് എടുത്തു മാറ്റാം. ആ സമയം വിക്രം പറയുന്നുണ്ട്, അത് സാരമില്ല, അത് അവിടെ കിടന്നു. അങ്ങനെ വിക്രമിൻ്റെ വാക്കുകൾ കേട്ട് ആകെ അമ്പരന്ന് നിൽക്കുകയാണ് നന്ദിനി. ആ സമയം വേറെ ചിന്തിക്കുന്നുണ്ട്, ഈ മനുഷ്യന് ഇതെന്താണ് പറ്റിയത്? നേരത്തെ എന്നോട് എന്താണ് പറഞ്ഞത്? ബാഗ് എടുത്ത് മാറ്റാനല്ലേ? അങ്ങനെ വിക്രം ഉമ്മറത്ത് വന്നിരിക്കുകയാണ്. ആ സമയം നന്ദിനി പറയുന്നുണ്ട്, നീ ഈ സമയം ഇവിടെ നിൽക്കാറുള്ളതല്ലോ, ഇപ്പോൾ എന്താണ് തോന്നിയത്? അത് കേട്ട് വിക്രം പുറത്തു പോകാൻ വേണ്ടി ബൈക്കിനടുത്തേക്ക് പോകുന്നുണ്ട്. ആ സമയം വിക്രം വേദിയെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അങ്ങനെ വേദയെക്കുറിച്ചുള്ള ഓർമ്മകളെ മുഴുകി നിൽക്കുകയാണ് വിക്രം.